everyone. Today I am discussing about Regional Cooperative Milk Producers Union Limited. Regional Cooperative Milk Producers Union are located in different regions of the state at different centers. ഒരു സംസ്ഥാനത്തിനകത്ത് വ്യത്യസ്ത സെന്ററുകളിലായിട്ട് ഡിഫറെന്റ് റീജിയനുകളിലാണ് റീജിയണൽ കോഓപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ ലൊക്കേറ്റ് ചെയ്യുന്നത്. ഇൻ കേരള 3 റീജിയണൽ കോഓപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ ഹാസ് ബീൻ എസ്റ്റാബ്ലിഷ്ഡ്. ട്രിവാൻഡ്രം, എറണാകുളം ആൻഡ് കോഴിക്കോട്. ഒരു സ്റ്റേറ്റിനെ ഡിഫറെന്റ് പാർട്സുകളായിട്ട് തരംതിരിക്കും, അഥവാ വ്യത്യസ്ത റീജിയനുകളായിട്ട് തരംതിരിക്കും. ആ റീജിയനകത്താണ് റീജിയണൽ കോഓപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ ലൊക്കേറ്റ് ചെയ്യുന്നത്. കേരളത്തിൽ റീജിയണൽ കോഓപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ പ്രവർത്തിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 റീജിയനുകളായിട്ട് കേരളത്തെ തരംതിരിച്ചേക്കുവാണ്. ഫസ്റ്റ് റീജിയൻ വരുന്നത് ട്രിവാൻഡ്രം റീജിയൻ ആണ്, സെക്കൻഡ് റീജിയൻ എറണാകുളം, ദെൻ തേർഡ് കോഴിക്കോട് റീജിയൻ. ഇങ്ങനെ 3 റീജിയനുകളായിട്ട് തരംതിരിച്ചുകൊണ്ട് അതിനകത്താണ് റീജിയണൽ കോഓപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ പ്രവർത്തിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു പ്രൈമറി ലെവൽ ഓർഗനൈസേഷനാണ് റീജിയണൽ കോഓപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ എന്നറിയപ്പെടുന്നത്. ഇതിനകത്ത് ട്രിവാൻഡ്രം റീജിയനകത്ത് വരുന്നതാണ് ട്രിവാൻഡ്രം, കൊല്ലം ആൻഡ് പത്തനംതിട്ട. ഇങ്ങനെ 4 ഡിസ്ട്രിക്റ്റുകളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ട്രിവാൻഡ്രം റീജിയൻ പ്രവർത്തിക്കുന്നത്. അതേപോലെ എറണാകുളം ഡിസ്ട്രിക്റ്റിനകത്ത് വരുന്നത് എറണാകുളം, ഇടുക്കി, തൃശ്ശൂർ ആൻഡ് കോട്ടയം. ഈ 4 ഡിസ്ട്രിക്റ്റുകളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് എറണാകുളം റീജിയൻ പ്രവർത്തിക്കുന്നത്. ദെൻ നെക്സ്റ്റ് കോഴിക്കോട് റീജിയൻ ആണ്. കോഴിക്കോട് റീജിയനകത്ത് വരുന്നത് കോഴിക്കോട്, മലപ്പുറം, വയനാട്, കണ്ണൂർ, കാസർഗോഡ്. ഇത്രയും ഡിസ്ട്രിക്റ്റുകളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് കോഴിക്കോട് റീജിയൻ പ്രവർത്തിക്കുന്നത്. ഇങ്ങനെ മൊത്തം 3 റീജിയനുകളായിട്ട് തരംതിരിച്ചുകൊണ്ട് അതിനകത്ത് വ്യത്യസ്ത ഡിസ്ട്രിക്റ്റുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് റീജിയണൽ കോഓപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ പ്രവർത്തിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് അതിൻ്റെ ഒബ്ജക്ട്സ് നോക്കാം. ഫസ്റ്റ് വൺ, മേക്ക് നെസസറി അറേഞ്ച്മെന്റ്സ് ഫോർ ദ ട്രാൻസ്പോർട്ട് ഓഫ് മിൽക്ക് ആൻഡ് ഇറ്റ്സ് ബൈ പ്രോഡക്ട്സ്. മിൽക്കും അതേപോലെ അതിൻ്റെ അനുബന്ധ പ്രൊഡക്റ്റുകളും ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. മിൽക്ക് പ്രൊഡ്യൂസേഴ്സിൻ്റെ കയ്യിൽ നിന്നും അൾട്ടിമേറ്റ് കൺസ്യൂമേഴ്സിൻ്റെ കയ്യിലേക്ക് മിൽക്ക് എത്തണം. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് പറയുന്നത്. സെക്കൻഡ് വൺ, സെറ്റിംഗ് അപ്പ് ഓഫ് ചില്ലിംഗ് പ്ലാന്റ്സ് ആൻഡ് പാസ്ചറൈസേഷൻ പ്ലാന്റ്സ്. ചില്ലിംഗ് പ്ലാന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാല് കേടുകൂടാതെ സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടത് തണുപ്പിച്ച് ശീതീകരിച്ച് വെക്കണം. അത്തരത്തിലുള്ള ശീതീകരണ പ്ലാന്റ്സുകളെയാണ് ചില്ലിംഗ് പ്ലാന്റ്സ് എന്ന് പറയുന്നത്. പാസ്ചറൈസേഷൻ പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ ശുദ്ധീകരണശാലകളാണ്. അതായത് പാല് കേടുകൂടാതെ നിലനിർത്തണം. അപ്പോൾ അതിനുവേണ്ടി പാലിനെ ശീതീകരിച്ച് വെക്കുകയും അതുപോലെ ശുദ്ധീകരിച്ച് വെക്കുകയും ചെയ്യുന്നതിന് വേണ്ടി ആവശ്യമായിട്ടുള്ള പ്ലാന്റ്സുകൾ സെറ്റപ്പ് ചെയ്യണം. അപ്പോൾ ഇങ്ങനത്തെ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് രണ്ടാമതായി പറയുന്നത്. തേർഡ് വൺ, പ്രൊവൈഡ് വെറ്ററിനറി സർവീസസ് ആൻഡ് അണ്ടർടേക്ക് ആനിമൽ ഹസ്ബൻഡറി സർവീസസ് ആൻഡ് അതർ ടെക്നിക്കൽ ഇൻപുട്സ്. പശുക്കൾക്ക് അല്ലെങ്കിൽ കന്നുകാലികൾക്ക് ആവശ്യമായിട്ടുള്ള ഫസ്റ്റ് എയ്ഡ് സർവീസുകളും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം. അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അതിനാവശ്യമായിട്ടുള്ള വെറ്ററിനറി സർവീസും അതുപോലെ തന്നെ ആനിമൽ ഹസ്ബൻഡറി സർവീസും കൊടുക്കണം. അത്തരത്തിലുള്ള സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഫോർത്ത് വൺ, ടു ഓർഗനൈസ് ന്യൂ ആപ്കോസ് വിത്തിൻ ഇറ്റ്സ് ഏരിയ ഓഫ് ഓപ്പറേഷൻ. ട്രിവാൻഡ്രം, എറണാകുളം, കോഴിക്കോട് എന്നിങ്ങനെ ഓരോ റീജിയനുകളായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ആ റീജിയനകത്ത് കൂടുതൽ ആപ്കോസ് വേണം. ബേസിലുള്ള ഓർഗനൈസേഷനാണ് ആപ്കോ എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ആപ്കോസ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. Then last one, to advise, guide and control the affiliated dairy cooperative societies in all aspects of management, supervision, etc. ഡയറി കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളായിട്ടുള്ള അഡ്വൈസ്, ഗൈഡൻസ്, അതേപോലെ കൺട്രോൾ, ഈ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് റീജിയണൽ കോഓപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ ലിമിറ്റഡിൻ്റെ ഒബ്ജക്ട്സ് ആയിട്ട് പറയാനുള്ളത്. ദെൻ നെക്സ്റ്റ് പറയാനുള്ളത് ഫങ്ഷൻസ് ആണ്. അപ്പോൾ നമുക്ക് ഫങ്ഷൻസിലേക്ക് കടക്കാം. അതിലൊന്നാമതായി പറയുന്നത് ഹെൽപ്സ് ടു ദ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് മിൽക്ക് ഫ്രം പ്രൈമറി ഡയറി സൊസൈറ്റി ടു ചില്ലിംഗ് പ്ലാന്റ്സ്. പാല് കേടുകൂടാതെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്ഥലമാണ് ചില്ലിംഗ് പ്ലാന്റ്സ് എന്ന് പറയുന്നല്ലോ. അപ്പോൾ അത്തരത്തിലുള്ള ചില്ലിംഗ് പ്ലാന്റ്സിലേക്ക് പ്രൈമറി ലെവലിലുള്ള ഡയറി സൊസൈറ്റിയിൽ നിന്നും പാല് കളക്ട് ചെയ്ത് ഇവിടെ എത്തിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് ചെയ്തു കൊടുക്കുക. സെക്കൻഡ്, ഹെൽപ്സ് ടു എസ്റ്റാബ്ലിഷിംഗ് ന്യൂ പ്രോസസ്സിംഗ് പ്ലാന്റ്സ് ആൻഡ് ഫോഡർ കൾട്ടിവേഷൻ യൂണിറ്റ്സ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പാൽ ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ട് പ്രോസസ്സിംഗ് പ്ലാന്റ്സുകൾ എസ്റ്റാബ്ലിഷ് ചെയ്യണം. പാലിനെ ബൈ പ്രൊഡക്റ്റുകളായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ അതിന് വേണ്ടിയുള്ള പ്രോസസ്സിംഗ് നടത്തണം. അപ്പോൾ അത്തരത്തിലുള്ള പ്രോസസ്സിംഗ് പ്ലാന്റ്സുകൾ എസ്റ്റാബ്ലിഷ് ചെയ്യുക.
Then third, helps to undertake research and training activities under the dairy development program. അതുപോലെ തന്നെ ഫോഡർ കൾട്ടിവേഷൻ യൂണിറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് കാലിത്തീറ്റകൾ ഉണ്ടാകുന്ന യൂണിറ്റുകൾ എസ്റ്റാബ്ലിഷ് ചെയ്യുക. അതായത് കന്നുകാലികൾക്ക് ആവശ്യമായിട്ടുള്ള കാലിത്തീറ്റയും അതുപോലെ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണ്ടേ. അപ്പോൾ അത്തരത്തിലുള്ള ഫോഡർ കൾട്ടിവേഷൻ യൂണിറ്റുകൾ എസ്റ്റാബ്ലിഷ് ചെയ്യുക. ദെൻ ലാസ്റ്റ്, helps to undertake research and training activities under the dairy development program. അതായത് ഡയറി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമിൻ്റെ കീഴിൽ എന്ത് ചെയ്യണം? ട്രെയിനിങ് പ്രോഗ്രാമുകളും അതേപോലെ തന്നെ റിസർച്ച് പ്രോഗ്രാമുകളും കണ്ടക്ട് ചെയ്യണം. അതായത് ഡയറി മേഖലയുമായി ബന്ധപ്പെട്ട് റിസർച്ച് ആക്ടിവിറ്റീസുകൾ അതുപോലെ തന്നെ ട്രെയിനിങ് ആക്ടിവിറ്റീസുകൾ ഇവയൊക്കെ കണ്ടക്ട് ചെയ്യുക. ദെൻ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് നെറ്റ് പ്രോഫിറ്റ് എന്ന വാക്കാണ്. നെറ്റ് പ്രോഫിറ്റ് എങ്ങനെയാണ് ഇപ്പോൾ റീജിയണൽ കോപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് അടുത്ത് പറയാനുള്ളത്. 25% റിസർവ് ഫണ്ട്, 25% നമ്മൾ റിസർവ് ഫണ്ടിലേക്ക് മാറ്റി വെക്കണം. കോഓപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ട് ആസ് പെർ റൂൾസ് അനുസരിച്ച് എഡ്യൂക്കേഷൻ ഫണ്ട് മാറ്റി വെക്കണം. Then out of the remainder 20% may be for the payment of dividend out of the balance. 25% റിസർവ് ഫണ്ടിലേക്കും എഡ്യൂക്കേഷൻ ഫണ്ടിലേക്കും ആസ് പെർ റൂൾസ് പ്രകാരം മാറ്റിവെച്ചതിന് ശേഷം വരുന്ന ബാലൻസിൽ നിന്ന് 20% എന്ത് ചെയ്യാം? ഡിവിഡൻഡ് കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കാം. ദെൻ 10% ചാരിറ്റബിൾ ഫണ്ടിലേക്ക് മാറ്റിവെക്കണം. ദെൻ 2% ഡിവിഡൻഡ് ഈക്വലൈസേഷൻ ഫണ്ടിലേക്ക് മാറ്റിവെക്കണം. ദെൻ 5% ടു പബ്ലിസിറ്റി ആൻഡ് പ്രൊപ്പഗണ്ട. ദെൻ 3% റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഫണ്ട്. അപ്പോൾ ഈ രീതിയിലൊക്കെയാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഒരു റീജിയണൽ സൊസൈറ്റിക്ക് അതിൻ്റെ